ഒന്ന് ചിന്തിച്ചു നോക്കൂ, അധികം സംസാരിക്കാത്ത ഒരു സ്ത്രീ, എന്നാൽ അവൾ എവിടെ പോയാലും ആളുകൾ അവളെ ശ്രദ്ധിക്കുന്നു. അവൾ ആരോടും മത്സരിക്കുന്നില്ല, എന്നിട്ടും എല്ലായിടത്തും മുന്നിലാണ്. അവൾ പ്രകടനങ്ങൾ നടത്തുന്നില്ല, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പിന്നാലെ പായുന്നില്ല, എങ്കിലും ആളുകൾ അവളെ ബഹുമാനിക്കുന്നു, അവളുടെ വാക്ക് കേൾക്കുന്നു, എന്തിന് അവളെ ചെറുതായി ഭയക്കുന്നുപോലും. ഇപ്പോൾ ചോദ്യമിതാണ്, ബാക്കിയുള്ളവരിലില്ലാത്ത എന്തു പ്രത്യേകതയാണ് അവളുടെ ഉള്ളിലുള്ളത്? സത്യം അല്പം കൈപ്പേറിയതാണ്. 90% ആളുകളും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നു, എന്നാൽ ഒരിക്കലും അവർക്ക് ആ ബഹുമാനവും അധികാരവും നേടിയെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവർ പുറമേയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഉള്ളിലെ ശീലങ്ങളിലല്ല. ഇവിടെയാണ് പലർക്കും അറിയാത്ത ചാണക്യനീതിയുടെ ആ സത്യം കടന്നുവരുന്നത്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ ശക്തി അവരുടെ വാക്കുകളിലല്ല, മറിച്ച് അവരുടെ ശീലങ്ങളിലാണെന്ന് ചാണക്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ലോകത്ത് ആളുകൾ സ്മാർട്ടായി കാണപ്പെടാനാണ് ശ്രമിക്കുന്നത്, എന്നാൽ ബുദ്ധിമതികളാകാനല്ല. ഇതിലെ വ്യത്യാസം മനസ്സിലാക്കുക. സ്മാർട്ടായി കാണാൻ എളുപ്പമാണ്, എന്നാൽ ബുദ്ധിമതിയാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റണം. നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റണം. ഇനിയൊരു ചെറിയ യാഥാർത്ഥ്യം നോക്കാം. വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും ഏത് സാഹചര്യത്തെയും നിയന്ത്രിക്കാൻ കഴിവുള്ള സ്ത്രീകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് അറിവുണ്ടായിട്ടും ജീവിതത്തിൽ ഒരു വ്യക്തതയുമില്ലാത്ത ചിലരുമുണ്ടാകും. എന്തുകൊണ്ട്? കാരണം വ്യത്യാസം അറിവിലല്ല, വ്യത്യാസം ശീലങ്ങളിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓരോ ബുദ്ധിമതിയായ സ്ത്രീയുടെയും ഉള്ളിലുള്ള 8 രഹസ്യശീലങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇതൊരു വെറും മോട്ടിവേഷണൽ സംസാരമല്ല. ഇത് ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. ഈ ശീലങ്ങളിൽ ചിലത് നിങ്ങളെ അസ്വസ്ഥരാക്കാം, നിങ്ങളുടെ ചിന്തകളെ പിടിച്ചുകുലുക്കാം. എന്നാൽ ഇവ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വിശ്വസിക്കൂ, നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ വ്യക്തിത്വം മാറും. ഏറ്റവും പ്രധാനമായി ആളുകൾ നിങ്ങളെ വേറൊരു രീതിയിൽ നോക്കിക്കാണാൻ തുടങ്ങും. അതിനാൽ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക, കാരണം അവസാനത്തെ ശീലങ്ങൾ ഏറ്റവും ശക്തമാണ്. അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. നമ്പർ 1, കുറച്ച് സംസാരിക്കുക, എന്നാൽ അർത്ഥവത്തായി സംസാരിക്കുക. നോക്കൂ, ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലകുറഞ്ഞ കാര്യം എന്താണ്? സംസാരിക്കുന്നത്. എല്ലാവരും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീ ഈ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകില്ല. എല്ലാ സ്ഥലത്തും തന്റെ അഭിപ്രായം പറയേണ്ടത് നിർബന്ധമല്ലെന്ന് അവൾക്കറിയാം. പലപ്പോഴും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ശക്തമായ മറുപടി. ചിലർ ഒരുപാട് സംസാരിക്കുമെങ്കിലും അവരുടെ വാക്കുകൾക്ക് യാതൊരു ഫലവുമില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ചിലർ കുറച്ചേ സംസാരിക്കൂ. അവർ സംസാരിക്കുമ്പോൾ ആ അന്തരീക്ഷം തന്നെ മാറും. എന്തുകൊണ്ട്? കാരണം അവരുടെ വാക്കുകൾ വളരെ ആലോചിച്ചു വരുന്നവയാണ്. അവരുടെ ഉള്ളിൽ വ്യക്തതയുണ്ട്. ഏറ്റവും വലിയ കാര്യം അവർക്ക് ക്ഷമയുണ്ട് എന്നതാണ്. ഒരു ചെറിയ രംഗം സങ്കൽപ്പിക്കുക. വീട്ടിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഒരു തർക്കം നടക്കുന്നു. എല്ലാവരും അവരവരുടെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ശബ്ദമുയരുന്നു. അപ്പോൾ അതുവരെ ശാന്തയായിരുന്നൊരു സ്ത്രീ പതുക്കെ പറയുന്നു, നമ്മൾ വഴക്കിടുകയല്ല, നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്. അതോടെ ആ അന്തരീക്ഷം മുഴുവൻ മാറുന്നു. ഇതാണ് അർത്ഥവത്തായ സംസാരം. വാക്കുകളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് എല്ലായിടത്തും ബഹുമാനം ലഭിക്കും എന്ന് ചാണക്യനും പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ എപ്പോഴും മിണ്ടാതിരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകളുടെ വില മനസ്സിലാക്കണം എന്നാണ്. എല്ലാ ചർച്ചകളിലും ചാടി വീഴേണ്ടതില്ല, എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ടതില്ല, എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടതില്ല. മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ഒരാളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സമയം പാഴാക്കലാണെന്ന് ബുദ്ധിമതിയായ ഒരു സ്ത്രീ മനസ്സിലാക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുമെന്നതാണ്. നമ്പർ 2, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഹൃദയം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ഈ ശീലം അല്പം ആഴത്തിലുള്ളതാണ്, കാരണം മിക്ക ആളുകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ സംഭവിക്കുന്നത് വികാരങ്ങളുടെ പുറത്താണ്. ദേഷ്യത്തിലെന്തെങ്കിലും പറയുക, സങ്കടത്തിലെന്തെങ്കിലും ഉപേക്ഷിക്കുക, ആരുടെയെങ്കിലും മധുരവാക്കുകളിൽ മയങ്ങിത്തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് പിന്നീട് പശ്ചാത്തപിക്കുക. എന്നാൽ ഒരു ബുദ്ധിമതിയായ സ്ത്രീ വ്യത്യസ്തയാണ്. അവൾക്ക് വികാരങ്ങളില്ലാതെയല്ല, മറിച്ച് അവൾ തന്റെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവയെ നിയന്ത്രിക്കാൻ അറിയുകയും ചെയ്യുന്നു. അതായത് അവൾക്ക് ദേഷ്യം വരും, പക്ഷെ ആ ദേഷ്യത്തെ ഒരു തീരുമാനമാക്കി മാറ്റാൻ അവൾ അനുവദിക്കില്ല. അവൾക്ക് സങ്കടം വരും, പക്ഷേ അവൾ ആ സങ്കടത്തിൽ മുങ്ങിത്താഴില്ല. അവൾക്ക് സന്തോഷം ലഭിക്കും, പക്ഷേ അതിൽ അവൾ ഒഴുകിപ്പോകില്ല. ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം ചിന്തിക്കുക. ആരെങ്കിലും നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. നിങ്ങളുടെ സാധാരണ പ്രതികരണം എന്തായിരിക്കും? ഉടൻ മറുപടി നൽകുക, മുന്നിലുള്ളയാളെ താഴ്ത്തി കാണിക്കുക. എന്നാൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീ ഉടൻ പ്രതികരിക്കില്ല. അവൾ നിൽക്കും, നിരീക്ഷിക്കും, ശരിയായ സമയത്തിനായി കാത്തിരിക്കും. അവൾ നൽകുന്ന മറുപടി എത്രത്തോളം വ്യക്തവും ശക്തവുമായിരിക്കുമെന്നാൽ അത് കേൾക്കുന്നയാൾ വീണ്ടും അങ്ങനെ ചെയ്യുന്നതിനു മുമ്പ് ഒന്നുകൂടി ചിന്തിക്കും. ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനം എപ്പോഴും തെറ്റായിരിക്കും എന്ന് ചാണക്യനും പറഞ്ഞിട്ടുണ്ട്. അതായത് വികാരങ്ങളിൽ ഒഴുകിപ്പോയി നിങ്ങൾ തീരുമാനങ്ങളെടുത്താൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഇനി ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് മനസ്സിലാക്കുക.
ആളുകൾ കരുതുന്നത് ശക്തയാകുക എന്നാൽ സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്തുക എന്നാണ്. എന്നാൽ സത്യമെന്താണ്? വികാരങ്ങളെ അടിച്ചമർത്തുകയല്ല, അവയെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം, എപ്പോൾ ഉപേക്ഷിക്കണം എന്ന് ബുദ്ധിമതിയായൊരു സ്ത്രീക്കറിയാം. ഈയൊരു കാര്യമാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. കാരണം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ജീവിതത്തിൽ മറ്റൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. നമ്പർ 3, എല്ലാവർക്കും പ്രാധാന്യം നൽകാതിരിക്കുക. നോക്കൂ, ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കെണി എന്താണ്? ആളുകൾ എന്തു പറയും? ഈയൊരൊറ്റ ചിന്തയാണ് പലരെയും ശരാശരിയായി നിർത്തുന്നത്. ഒരു ബുദ്ധിമതിയായ സ്ത്രീ ഈ കെണിയിൽ വീഴില്ല. ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക അസാധ്യമാണെന്നും എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ലെന്നും അവൾക്കറിയാം. ഇനിയൊരു ചെറിയ രംഗം സങ്കൽപ്പിക്കുക. ഒരു സ്ത്രീ പുതിയതായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ്. എന്നാൽ ചുറ്റുമുള്ളവർ എന്തു പറയും? ഇത് നിനക്ക് പറ്റിയ കാര്യമല്ല, ഇത്രയും വലിയ റിസ്ക് എടുക്കരുത്, ആളുകൾ ചിരിക്കും. ഇവിടെ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഇതെല്ലാം കേട്ട് അവൾ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ എല്ലാവരെയും കേട്ടാലും സ്വന്തം വഴിയിലൂടെ നടക്കാം. ബുദ്ധിമതിയായ ഒരു സ്ത്രീ എന്തു ചെയ്യും? അവൾ എല്ലാവരെയും കേൾക്കും. എന്നാൽ അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യൂ. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്നത് അവരല്ലെങ്കിലും ഉപദേശം നൽകാൻ അവർ ഏറ്റവും മുന്നിലുണ്ടാകുമെന്ന് അവൾക്കറിയാം. മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എന്ന് ചാണക്യനും പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ചെറിയ ട്വിസ്റ്റ്. ബുദ്ധിമതിയായ സ്ത്രീ അഹങ്കാരം കാണിക്കുകയാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സത്യമെന്താണ്? അവൾ അഹങ്കാരമല്ല, വ്യക്തതയാണ് കാണിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ആരാണ് ആവശ്യമുള്ളതെന്നും ആരാണ് വെറും ശബ്ദമെന്നും അവൾക്കറിയാം. ഈ വ്യക്തതയാണ് അവളെ വ്യത്യസ്തയാക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവർക്കും പ്രാധാന്യം നൽകിയാൽ നിങ്ങളുടെ സ്വന്തം പ്രാധാന്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നതാണ് സത്യം. നമ്പർ 4, ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാം. ഈ പോയിന്റ് അല്പം ആഴത്തിലുള്ളതാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒരു ബലഹീനതയായാണ് ആളുകൾ കാണുന്നത്. ഇവൾ എപ്പോഴും ഒറ്റയ്ക്കാണ്, ഇവൾക്ക് സുഹൃത്തുക്കളില്ല എന്നൊക്കെ പറയും. എന്നാൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത ഒരു ബലഹീനതയല്ല, ശക്തിയാണ്. അവൾ തനിച്ചിരിക്കുന്നത് ആസ്വദിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം തന്നോട് തന്നെയുള്ളതാണെന്ന് അവൾക്കറിയാം. ഇനിയൊരു രംഗം സങ്കൽപ്പിക്കുക. ഞായറാഴ്ചയാണ്. എല്ലാവരും കറങ്ങാൻ പോകുന്നു, വീഡിയോകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ആ സ്ത്രീ തന്റെ മുറിയിലിരിക്കുന്നു. അവളുടെ ലക്ഷ്യങ്ങൾ എഴുതുന്നു, തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. പുറമേന്ന് നോക്കുമ്പോൾ അവൾ ബോറിംഗ് ആണെന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? അവൾ സ്വയം മെച്ചപ്പെടുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ കഴിയുന്നവനാണ് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ട്വിസ്റ്റ്. ആളുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം അവരോട് തന്നെ സംസാരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നതാണ്. ഒറ്റയ്ക്കാകുമ്പോൾ അവരുടെ ഉള്ളിലെ സത്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങും. എന്നാൽ ഒരു ബുദ്ധിമതിയായ സ്ത്രീ ഇതിൽ നിന്നോടി ഒളിക്കില്ല. അവൾ സ്വയം മനസ്സിലാക്കുകയും സ്വന്തം പോരായ്മകൾ അംഗീകരിച്ച് അവ തിരുത്തുകയും ചെയ്യുന്നു. ഇതാണ് അവളെ ശക്തയാക്കുന്നത്. കാരണം തന്നോടൊപ്പം സന്തോഷമായിരിക്കാൻ പഠിച്ച ഒരാൾക്ക് പൂർണ്ണനാകാൻ മറ്റൊരാളുടെയും ആവശ്യമില്ല എന്നതാണ് സത്യം. നമ്പർ 5, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാതിരിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്താണ്? എല്ലാ കാര്യത്തിനും പ്രതികരിക്കുക എന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി പറയണം. ആരെങ്കിലും അവഗണിച്ചാൽ പ്രതികരിക്കണം. ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സ്വയം തെളിയിക്കണം. എന്നാൽ ബുദ്ധിമതിയായൊരു സ്ത്രീ ഈ കളി കളിക്കില്ല. അവൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കില്ല. എന്തുകൊണ്ട്? കാരണം എല്ലാ യുദ്ധങ്ങളും പൊരുതാനുള്ളതല്ല എന്നവൾക്കറിയാം. ഇനിയൊരു ചെറിയ രംഗം. ആരെങ്കിലും അവളെ മനഃപൂർവ്വം അവഗണിക്കുകയോ തെറ്റായി എന്തെങ്കിലും പറയുകയോ ചെയ്തു. സാധാരണ പ്രതികരണം എന്തായിരിക്കും? ഞാൻ കാണിച്ചു കൊടുക്കാം, ഇതിന് മറുപടി നൽകണം. എന്നാൽ അവൾ എന്തു ചെയ്യുന്നു? അവഗണിക്കുന്നു. അതാണ് അവളുടെ ഏറ്റവും വലിയ മറുപടി. മണ്ടനായ ഒരാളോട് തർക്കിക്കുന്നത് സ്വയം താഴോട്ടു പോകുന്നതിന് തുല്യമാണ് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. മൗനം എന്നത് ബലഹീനതയാണെന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ സത്യമെന്താണ്? മൗനമാണ് ഏറ്റവും ശക്തമായ മറുപടി. കാരണം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ തന്നെ ആശയക്കുഴപ്പത്തിലാകും. പതുക്കെ പതുക്കെ അയാളുടെ പ്രാധാന്യം കുറയുകയും ചെയ്യും. തന്റെ ഊർജം പരിമിതമാണെന്നും സമയം പരിമിതമാണെന്നും അത് വിലകെട്ട കാര്യങ്ങൾക്കായി പാഴാക്കില്ലെന്നും ഒരു ബുദ്ധിമതിയായ സ്ത്രീ മനസ്സിലാക്കുന്നു. കാരണം ഓരോ പ്രതികരണവും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നു, ഓരോ മൗനവും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സത്യം. നമ്പർ 6, സ്വന്തം മൂല്യം മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശീലം. കാരണം ഇതില്ലെങ്കിൽ ബാക്കിയെല്ലാം വെറുതെയാണ്. ബുദ്ധിമതിയായ ഒരു സ്ത്രീക്ക് തന്റെ മൂല്യം എന്താണെന്നറിയാം. അവൾ തന്നെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യില്ല. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി അവൾ ജീവിക്കില്ല. തന്റെ വില നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റമല്ലെന്ന് അവൾക്കറിയാം. ഇനിയൊരു രംഗം സങ്കൽപ്പിക്കുക. ആരെങ്കിലും അവളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ല. സാധാരണ പ്രതികരണം എന്തായിരിക്കും?
സ്വയം സംശയിക്കുക, ചിലപ്പോൾ എന്റെ തന്നെ തെറ്റായിരിക്കാം. എന്നാൽ ബുദ്ധിമതിയായൊരു സ്ത്രീ അങ്ങനെ ചിന്തിക്കില്ല. അവൾ എന്താണ് ചെയ്യുന്നത്? അവൾ അകലം പാലിക്കുന്നു. കാരണം ബഹുമാനമില്ലാത്ത ഒരിടത്തും നിൽക്കേണ്ടതില്ല എന്നവൾക്കറിയാം. അപമാനം സഹിക്കുന്നവൻ സ്വന്തം നാശമാണ് വരുത്തുന്നത് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാഭിമാനം എന്നാൽ അഹങ്കാരമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സത്യമെന്താണ്? അഹങ്കാരം എന്നത് മറ്റുള്ളവരെ തരംതാഴ്ത്തലാണ്. ആത്മാഭിമാനം എന്നത് സ്വയം താഴാതിരിക്കലാണ്. ബുദ്ധിമതിയായൊരു സ്ത്രീക്ക് ഈ വ്യത്യാസം നന്നായി അറിയാം. അവൾ ആരുടെയും പിന്നാലെ പോകില്ല, ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കില്ല. അവൾക്ക് വില നൽകുന്നവരുടെ കൂടെ അവൾ നിൽക്കും, അല്ലാത്തവരെ ഒഴിവാക്കും. കാരണം നിങ്ങൾ സ്വന്തം മൂല്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റാരും അത് മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. നമ്പർ 7, പഠിക്കുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക. ഈ ശീലം നിങ്ങളെ ഒരുപാട് മുന്നിലെത്തിക്കും. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറാത്തവർ പിന്നിലാകും. ബുദ്ധിമതിയായ ഒരു സ്ത്രീ എപ്പോഴും പുതിയ കഴിവുകൾ, പുതിയ കാര്യങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ എന്നിവ പഠിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു രംഗം. 2 സ്ത്രീകളുണ്ട്. ഒരാൾ പറയുന്നു എനിക്കെല്ലാം അറിയാം എന്ന്. മറ്റേയാൾ പറയുന്നു എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്. ഇനി പറയൂ, ആരായിരിക്കും മുന്നേറുക? തീർച്ചയായും രണ്ടാമത്തെയാൾ. കാരണം എവിടെയാണോ പഠനമുള്ളത് അവിടെയാണ് വളർച്ച. അറിവാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ട്വിസ്റ്റ്. പഠനം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ ഒരു ബുദ്ധിമതിയായ സ്ത്രീ എല്ലാ സ്ഥലത്തു നിന്നും പഠിക്കുന്നു. ആളുകളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നും. ഇതാണ് അവളെ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നത്. കാരണം പഠിക്കാൻ നിർത്തുന്നവൻ വളരാനും നിർത്തുന്നു എന്നതാണ് സത്യം. നമ്പർ 8, സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക. ഇത് അവസാനത്തെ ശീലമാണ്, മാത്രമല്ല ഏറ്റവും ശക്തമായതും. ബുദ്ധിമതിയായ ഒരു സ്ത്രീ തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുന്നു. അവൾ സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നു. അവൾ സ്വന്തം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നു. അവൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല. എന്റെ ജീവിതം ഇങ്ങനെയായത് ഇതുകൊണ്ടാണ് എന്നൊക്കെയുള്ള ഒഴിവുകഴിവുകൾ അവൾ പറയില്ല. ഇനിയൊരു രംഗം സങ്കൽപ്പിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, എല്ലാവർക്കും വരും. എന്നാൽ വ്യത്യാസം എന്താണ്? ചിലർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, ചിലർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ബുദ്ധിമതിയായ ഒരു സ്ത്രീ എന്താണ് ചെയ്യുന്നത്? അവൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നവനാണ് വിജയിക്കുന്നത് എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ ചിന്തിക്കുന്നു. അതെ, അത് ബുദ്ധിമുട്ടാണ്. നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വഴി ജീവിതം കഠിനമായേക്കാം, പക്ഷേ വ്യക്തതയുള്ളതാകും. നിയന്ത്രണമില്ലാത്ത ജീവിതം എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അത് താറുമാറായിരിക്കും. തന്റെ ജീവിതം തന്റെ ഉത്തരവാദിത്തമാണെന്നും അതിന് രൂപം നൽകേണ്ടത് താനാണെന്നും ഒരു ബുദ്ധിമതിയായ സ്ത്രീ മനസ്സിലാക്കുന്നു. ഈയൊരു ചിന്താഗതിയാണ് അവളെ വ്യത്യസ്തയാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം വിശ്വസിക്കൂ. കേൾക്കുക മാത്രമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരിൽ ഒരാളാണ് നിങ്ങൾ. കാര്യം വളരെ ലളിതമാണ്. അറിവ് കേൾക്കുന്നതുകൊണ്ട് മാത്രമൊന്നും മാറില്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതുവരെ. ഇന്ന് നിങ്ങൾ കേട്ട ഈ 8 ശീലങ്ങളിൽ 1ഓ 2ഓ എങ്കിലും നിങ്ങൾ സത്യസന്ധമായി പിന്തുടരുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ വ്യക്തിത്വവും മാറാൻ തുടങ്ങും. അതിനാൽ സ്വയം ഒരു ചെറിയ പ്രതിജ്ഞ തീർച്ചയായും എടുക്കുക. താഴെ കമന്റിൽ പവർ എന്നെഴുതുക. നിങ്ങൾക്ക് മാറാൻ സത്യമായും തയ്യാറാണെന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും മൂല്യം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ശക്തയായ അല്ലെങ്കിൽ അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് വെറും സംസാരങ്ങളല്ല, യഥാർത്ഥ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ ലഭിക്കും. അതെ.